ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദർശ് നയനയുടെ അടുത്ത് വന്നിട്ട് ഇവിടെ വന്ന് ഫുൾ ബിസിയാണല്ലേ എന്ന് ചോദിച്ചു. ഇനിയിപ്പോൾ വിഷു ഒക്കെ അല്ലേ വരുന്നത്, അപ്പോൾ പിന്നെ എല്ലാ ജ്വല്ലറിക്കാരും ഡിസൈൻസും ആഭരണങ്ങളും ഒക്കെ ആയിട്ട് ഭയങ്കര മത്സരത്തിലായിരിക്കും. അവിടെ നമ്മളൊട്ടും പുറകിലേക്ക് ആകരുതല്ലോ എന്ന് പറഞ്ഞ് നയന ഇങ്ങനെ പറയുക. എന്നിട്ട് കയ്യിൽ എന്തോ ഉണ്ടായിരുന്നു ആദർശിൻ്റെ. അപ്പം എന്താ കയ്യിലെന്ന് ചോദിച്ചു നയന. എന്തായിരിക്കും കയ്യിൽ എന്ന് ആദർശ് തിരിച്ചും ചോദിച്ചു. എന്തായാലും ഒരു സ്വർണ്ണമാണെന്ന് മനസ്സിലായി. അതിൻ്റെ ഒരു ഇതാണല്ലോ ഇത്. ഈ അടുത്ത് നിന്റെ ഡിസൈൻ കണ്ടിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലെന്ന് ചോദിച്ചപ്പം അത് പണിത് കിട്ടിയോന്ന് ചോദിച്ചു. അത് നോക്കിക്കേ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കണു. നയനെ അത് നോക്കിയപ്പോൾ നയനയ്ക്ക് അത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുണ്ടെന്നുള്ള കാര്യം നയനയും ആദർശനോട് പറയും. ആദർശനും അത് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ഇതുണ്ടല്ലോ, ഒറ്റ വാക്കിലൊന്നും പറഞ്ഞാൽ തീരില്ല, എങ്കിലും ഞാൻ പറയാം. അതിമനോഹരമായിട്ടുണ്ടെന്ന് പറയുമ്പം ആദർശേട്ടനെ ഇപ്പം എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന ഡിസൈനോടും ആദർശേട്ടന് ഇപ്പോൾ പ്രത്യേക ഒരു ഇഷ്ടമുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. എന്ത് ചെയ്താലും അത് നല്ലതാണെന്നേ പറയൂ എന്നും പറഞ്ഞ് നമ്മുടെ നയന ഇങ്ങനെ പറയുമ്പോൾ നിന്റെ കണ്ണിന് വല്ല കുഴപ്പമുണ്ടോ? അല്ല, നിനക്കിത് കണ്ടിട്ട് മോശമായിട്ട് തോന്നുന്നുണ്ടോ? ഇതിപ്പോൾ ഞാൻ നിന്റെ ഭർത്താവായതുകൊണ്ട് മനഃപൂർവ്വം നിന്നെ പുകഴ്ത്തിയതുപോലെയാണല്ലോ നിന്റെ പറച്ചിലൊക്കെ കേട്ടാൽ. ഇതേ ഞാൻ ഇവിടുത്തെ സ്റ്റാഫിൻ്റെ മുന്നിൽ കാണിക്കാൻ പോവുക. അവർ പറയട്ടെ എൻ്റെ ഭാര്യ ഓരോ ദിവസം കഴിയുന്തോറും മുകളിലേക്കാണോ താഴേക്കാണോ പോകുന്നതെന്ന്. ആ കഴുത്തൊന്ന് കാണിച്ചേ എന്ന് പറഞ്ഞത് ആദർശ് അതിനിടെ കഴുത്തിലും ഇട്ടങ്ങ് കൊടുത്തു. അപ്പോൾ കഴുത്തിലിട്ട് കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ നയന ഇങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ നിൽക്കുക, വേണ്ടാന്നും പറഞ്ഞു. മുമ്പൊക്കെ ഞാനൊരു ഡിസൈൻ ചെയ്യുമ്പോൾ ആദർശേട്ടൻ എന്നോട് ഭയങ്കര വെറുപ്പായിരുന്നു. പിന്നെ അന്ന് ഇങ്ങനെ ഒരു തോന്നലൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. ഒരു ഡിസൈൻ പോലും നല്ലതാണെന്ന് പോലും പറഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അതെ, പിന്നെ നീ പറഞ്ഞതുപോലെ നിന്നോടുള്ള വെറുപ്പ് നിന്റെ സൃഷ്ടികളോടും എനിക്കുണ്ടായിരുന്നു എന്ന് ആദർശ നയനയോട് പറയുക. എന്നാലേ ഇപ്പം അതൊന്നും അല്ല അവസ്ഥ. നിന്നോടുള്ള ഇഷ്ടം നിന്റെ ഡിസൈനോടും എനിക്കുണ്ടെന്നും ആദർശ നയനയോട് പറഞ്ഞിട്ട് എന്ന് കരുതി അത് കൊള്ളില്ലെങ്കിൽ അത് കൊള്ളില്ലെന്ന് നീ മുഖത്ത് നോക്കി തന്നെ പറയും. അതിനെനിക്ക് അതൊരു മടിയില്ല എന്നും പറഞ്ഞു. ഇത് ശരിക്കും പറഞ്ഞാൽ എന്നെ പോലും അമ്പരപ്പിച്ച് കളഞ്ഞു. അങ്ങനെയുള്ളപ്പോൾ ഇത് കണ്ട് കസ്റ്റമേഴ്സിൻ്റെ കണ്ണ് തള്ളൂ എന്നുള്ള കാര്യം ഉറപ്പാണെന്നും പറഞ്ഞിങ്ങനെ ആദർശ് പറയാം. നീ കഴുത്തിലിടുന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ ഇത് കൊണ്ടുപോയി സ്റ്റാഫിനെ കാണിക്കാം, നീ വരാൻ പറഞ്ഞു. അയ്യോ, ഞാൻ വരുന്നില്ല, എൻ്റെ മുന്നിൽ വെച്ച് അവർക്ക് കൃത്യമായിട്ടൊരു അഭിപ്രായം പറയാൻ പറ്റത്തില്ല, ആദർശേട്ടൻ അത് കാണിച്ചിട്ട് വരാൻ പറഞ്ഞു. എന്തായാലുമേ ജ്വല്ലറി പോകുമ്പോൾ നീയും കൂടെ വരണമെന്ന് പറഞ്ഞു. ശരി, വരാമെന്നും പറഞ്ഞു. അങ്ങനെ ആദർശ് പോയി. നയന അവിടെ ഇരിക്കുക. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന അഭി ഇങ്ങനെ അവിടെ സ്റ്റാഫുകളും ഒക്കെ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ നയന വരച്ച ഡിസൈനുമായിട്ട് ആദർശ് അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. നമ്മുടെ കമ്പനിയിലെ ചീഫ് ഡിസൈനർ നയന ഡിസൈൻ ചെയ്ത ഒരു നെക്ലേഴ്സാണിത്, ഇത് നോക്കിക്കേന്നും പറഞ്ഞുകൊണ്ട് ഇത് കാണിച്ചു കൊടുത്തു. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അബിയുടെ കണ്ണ് തള്ളി ഉന്തി നിലത്ത് വീണു. അവനിങ്ങനെ അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇതുപോലൊരു ഡിസൈൻ അവൻ. അപ്പോൾ വളരെ നന്നായിട്ടുണ്ടെന്ന് നമ്മുടെ പവിത്രയും മറ്റു സ്റ്റാഫും പറഞ്ഞു. ഇത് നമ്മുടെ ജ്വല്ലറിയിൽ ഡിസ്പ്ലേ ചെയ്യേണ്ട സാറിന് ചോദിച്ചപ്പോൾ വേണമെന്നും പറഞ്ഞു. പിന്നെ ലഞ്ച് കഴിഞ്ഞേ ഞാനും ഇത് ഡിസൈൻ ചെയ്ത ആളുമായിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. നയന തന്നെ ഇത് കഴുത്തിൽ അണിഞ്ഞ് ഉദ്ഘാടനം ചെയ്യട്ടെ എന്നും പറഞ്ഞ് നമ്മുടെ ആദർശ് ഇങ്ങനെ പറയാം. അപ്പോൾ ആദർശ് ഇത് പറഞ്ഞപ്പോൾ അഭി ഇങ്ങനെ കേൾക്കുക. ഇത് എത്ര പവനുണ്ട് സാർ? ഇതൊരു 10 പവൻ എന്തായാലും കാണുമെന്ന് പറഞ്ഞു. അയ്യോ, കണ്ടാലൊരു 20 പവൻ മതിക്കും സാർ എന്ന് പവിത്ര പറയുമ്പോൾ കാഴ്ചയ്ക്ക് നല്ല ഭംഗിയുണ്ടല്ലേ, തൂക്കം കൂടുതൽ തോന്നിക്കുകയും ചെയ്യും, അതാ ഞാനും ഇതിന് ഫുൾ മാർക്ക് ഇട്ടതെന്നൊക്കെ പറയണുണ്ട് ആദർശ്. ഇനി ജ്വല്ലറിയിലെ സ്റ്റാഫുകളും ഇത് കണ്ട് അഭിപ്രായം പറയട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഏതെങ്കിലും ഫിലിം സ്റ്റാറിനെ വെച്ച് പബ്ലിസിറ്റി കൊടുത്താൽ ഈ ഒരു വിഷുവിന് നമ്മുടെ ജ്വല്ലറിയിലേക്ക് ആൾക്കാർ തള്ളിക്കയറുമെന്നുള്ള കാര്യം ഉറപ്പാണെന്നൊക്കെ അവിടുത്തെ സ്റ്റാഫുകൾ ഇങ്ങനെ പറയാം. മേടമാസത്തിൽ മാരേജിന് ഒരുപാട് സാധ്യതകളുണ്ടല്ലോ സാർ എന്ന് പറയുമ്പോൾ അതിനു മുന്നേ ഇതുപോലുള്ള ഡിസൈനുകളുടെ ഒരുപാട് ഇതിൽ പണിപ്പുരയിലാണ് നയനയെന്നും അതുകൊണ്ട് ഇതിനൊക്കെ ഞാൻ പുതിയൊരു പേര് കൊടുക്കുകയാണെന്നും നയന കളക്ഷൻസ് എന്നാണ് എൻ്റെ പേരെന്നുള്ള കാര്യമൊക്കെ ആദർശ് പറഞ്ഞു. അതൊക്കെ കേട്ട് അവി അന്തം വിട്ട് നിൽക്കുക കേട്ടോ. ഈ കളക്ഷനൊപ്പം ഇത് ഡിസൈൻ ചെയ്ത ആളിൻ്റെ പേരും പ്രശസ്തമാണ്. നയന കളക്ഷൻസ് ഒരു ബ്രാൻഡായി തന്നെ മാറണമെന്നൊക്കെ ആദർശ് പറഞ്ഞു. ഓ നാശം എന്നും പറഞ്ഞ് അഭി നിൽക്കുന്നേ. അപ്പോൾ ഈ നെക്ലേഴ്സ് ഇന്ന് ജ്വല്ലറിയിൽ എത്തില്ലെന്നും അതവിടെ എത്താൻ ഞാൻ സമ്മതിക്കില്ലെന്നും പറഞ്ഞുകൊണ്ട് അഭി ഇങ്ങനെ അവിടെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുക. അപ്പം നയനയൊക്കെ അവിടെ ഇന്നിങ്ങനെ ഭക്ഷണം കഴിക്കുക. അപ്പോൾ അതെ അങ്ങനെ ആ ഒരു സമയത്ത് നമ്മുടെ ആദർശ് അവിടെ ഇരുന്ന് നയനയുടെ ഈ ഒരു കഴിവിനും അല്ലെങ്കിൽ ഈ ഒരു ഇതിനൊക്കെ അവിടുത്തെ സ്റ്റാഫുകൾക്ക് എല്ലാവർക്കും അല്ല ചിലർക്ക് ഇച്ചിരി കോംപ്ലക്സും കാര്യങ്ങളുണ്ടെന്നുള്ള കാര്യം ആദർശ് ഇങ്ങനെ നയനോട് പറയണം. നീ വന്ന ശേഷം അവരുടെ കയ്യിൽ നിന്നും ഒരു ഡിസൈൻ പോലും കമ്പനിക്ക് ഗുണമാകുന്നില്ല എന്ന് പറഞ്ഞു. എന്ന് വെച്ച് അവരുടെ സ്ഥാനത്തിനൊന്നും കോട്ടം തട്ടരുതെന്ന് നയന പറയാം. അവരെ ജോലിയിൽ നിന്നൊന്നും പറഞ്ഞു വിടരുത് കേട്ടോ എന്നും നയന ആദർശിനോട് പറഞ്ഞു. ശരിയെന്നും പറഞ്ഞു. കമ്പനിക്ക് ഗുണമില്ലാത്തവരൊക്കെ ഇവിടെ ഇരുത്തി ശമ്പളം കൊടുക്കുന്നത് അത്ര നല്ല കാര്യമൊന്നും അല്ലല്ലോ.
പല രീതിയിലും പവിത്ര എന്നെ സഹായിക്കുന്നുണ്ട് ആദർശേട്ടാ. അതൊക്കെ എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാത്തതെന്നും പിന്നെ നമ്മുടെ കമ്പനിയിൽ ഇപ്പോൾ പ്രയോജനമില്ലാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഹിയറിങ്ങിങ് പലരുടെയും കാര്യത്തിൽ ചില തീരുമാനങ്ങളൊക്കെ എടുത്തേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ ആദ്യം ആരുടെ കാര്യത്തിലാണ് തീരുമാനം എടുക്കുന്നതെന്ന് നമുക്ക് അറിയാമെന്ന് ചോദിച്ചു. ആരുടെ എൻ്റെ കാര്യത്തിലാണോ എന്ന് നയന ചോദിക്കുമ്പോൾ ഇനിയിപ്പോൾ ഞാനിവിടുന്ന് പുറത്ത് പോയാലും നീ പോകാൻ പോകുന്നില്ലെന്ന് ആദർശ് നയനയോട്. കാരണം ഈ കമ്പനിക്ക് ഇപ്പം നിന്നെ ആവശ്യമെന്ന് ആദർശ് പറഞ്ഞപ്പം പിന്നെ ആരുടെ കാര്യം ആദർശിട്ടം പറയുന്നേ? അവൻ്റെ കാര്യം തന്നെ, അഭിയുടെ. അവനെ ഇവിടെ ചുമ്മാ ഇരിക്കുക ഇവിടെയുള്ള പെൺകുട്ടികളെയും നോക്കിക്കൊണ്ട്. അത് പോട്ടെ ആദർശേട്ടാന്ന് നയന പറഞ്ഞപ്പോൾ എനിക്ക് ഇന്ന് നല്ല സന്തോഷമുള്ള ദിവസമാണ്. സത്യം പറഞ്ഞാൽ ഇന്ന് ഫുഡ് കൊണ്ടുവന്നില്ലായിരുന്നെങ്കിലേ നമുക്ക് പുറത്തു പോയി കഴിക്കാമായിരുന്നു എന്ന് പറഞ്ഞു. നിനക്കേ ചെലവ് ചെയ്യേണ്ട ദിവസമാണെന്നും. അപ്പോൾ എല്ലാവർക്കും ആ ഡിസൈൻ ഇഷ്ടപ്പെട്ടല്ലേ? പിന്നില്ലേ ഒരുപാട് ഇഷ്ടപ്പെട്ടു. എല്ലാവരും ആകെ ഞെട്ടിയിരിക്കുക. അതിനൊപ്പം നിൽക്കുന്ന പുതിയ ചില ഐറ്റംസും കൂടി ഞാൻ ഡിസൈൻ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ഓണത്തെക്കാളും സെയില് ഈ മേടമാസം നടക്കണം ആദർശേട്ടാ എന്ന് നയന പറഞ്ഞപ്പോൾ ആ വാശിയ ഏതൊരു കമ്പനിയെയും വിജയത്തിലേക്ക് കൊണ്ടുവരുന്നതെന്നും നീ ഇപ്പോൾ പവിത്രയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചില്ലേ? അവിടെ പവിത്ര എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ? നിനക്കൊപ്പം നിൽക്കുന്ന ഡിസൈൻസ് അവളും തയ്യാറാക്കുകയല്ലേ വേണ്ടതെന്ന് ചോദിച്ചു. നീ അവളും തമ്മിൽ ഒരു കോമ്പറ്റീഷനാണ് വേണ്ടത്. പക്ഷേ ഇവിടെ അതിന് സാധ്യതയൊന്നുമില്ല. കാരണം നിന്റെ അടുത്ത് പോലും അവൾ ഓടി എത്തുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആരോടും ഒരു മത്സരവും ഇല്ല ആദർശേട്ടാ. എന്നെ എന്തായാലും ആദർശേട്ടൻ കമ്പനിയിൽ കൊണ്ടുവന്നു. ഇനിയിപ്പോൾ കമ്പനി നന്നായി തന്നെ വളരണം. മുത്തശ്ശൻ ആഗ്രഹിക്കുന്ന രീതിയിൽ മൂർത്തീസ് ജ്വല്ലറി എന്നും ഒന്നാമത് നിൽക്കണമെന്നുള്ളത് എൻ്റെ ആഗ്രഹം എന്ന് പറയണം. ആദർശേട്ടൻ കഴിക്കുമെന്നും പറഞ്ഞുകൊണ്ട് നയനെ ആദർശം കൂടി ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. നയനെ ആദർശിന് വാരി കൊടുക്കുന്നു. അവർ വളരെ സന്തോഷത്തോടെ ഇരിക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഈ ഭക്ഷണത്തിൻ്റെ കാര്യമൊക്കെ പറയുകയാണ്. ഇപ്പോഴത്തെ ഭക്ഷണത്തിന് ഭയങ്കര ടേസ്റ്റാണെന്നൊക്കെ. അപ്പോൾ നേരത്തെ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആൾ ഞാനാ, അതുകൊണ്ടായിരുന്നോ കഴിക്കാൻ ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്നതെന്ന് ചോദിച്ചപ്പം അയ്യോ അതൊന്നുമില്ല കേട്ടോ, നീയേ നല്ല ടേസ്റ്റുള്ള ഫുഡ് തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ അന്ന് ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ നീ അടുത്തുണ്ടായിരുന്നില്ലല്ലോ. അതൊന്നും അല്ല, അമ്മമാരുണ്ടാക്കുന്ന ഫുഡാ ലോകത്തുള്ള എല്ലാ മക്കൾക്കും ഇഷ്ടം. അതിനിപ്പോൾ എവിടെ പോയി എത്ര നല്ല ഫുഡ് കഴിച്ചെന്ന് പറഞ്ഞാലും അമ്മമാരുണ്ടാക്കുന്ന ഫുഡിൻ്റെ സ്വാദേ അത് കിട്ടില്ല എന്ന് പറഞ്ഞു നയന. അതിന് എനിക്ക് അമ്മ അധികം ആഹാരമൊന്നും ഉണ്ടാക്കി തന്നിട്ടില്ലല്ലോ. അമ്മ അനന്തപുരിയിലെ മരുമകളായിട്ട് വന്നപ്പോൾ അവിടെ ഒരുപാട് ജോലിക്കാരികളൊക്കെ ഉണ്ടായിരുന്നു. പാചകമൊക്കെ മുത്തശ്ശിയുടെ മേൽനോട്ടത്തിലായിരുന്നു. അതുകൊണ്ട് മുത്തശ്ശി ഉണ്ടാക്കുന്ന ഫുഡിൻ്റെ ടേസ്റ്റാണ് എൻ്റെ നാവിൻ്റെ തുമ്പത്തുണ്ടായിരുന്നതെന്നൊക്കെ ആദർശ് പറഞ്ഞപ്പോൾ ഇപ്പോൾ അമ്മയും കാര്യമായിട്ടെല്ലാം ഒരുക്കി തരുന്നില്ലേന്ന് ചോദിച്ചു നയന. നീ ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ? അമ്മ പലപ്പോഴും കറികൾ ഉണ്ടാക്കുമ്പോൾ എൻ്റെ ടേസ്റ്റ് മാത്രമല്ല നോക്കുന്നത്, നിനക്കിഷ്ടപ്പെട്ട കറികളും അമ്മ ഉണ്ടാക്കുന്നുണ്ടെന്ന കാര്യവും ആദർശ് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ നയനയും അതിനെപ്പറ്റി ചിന്തിക്കാം. അത് പിന്നെ കറികളൊക്കെ ഇഷ്ടപ്പെടാതെ ഞാൻ ആദർശേട്ടൻ്റെ അടുത്തൊന്ന് പോകുമെന്നുള്ള പേടിയാ അമ്മയ്ക്കെന്ന് നയന ആദർശിനോട് പറഞ്ഞ് ചിരിക്കാം. അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ മോൻ ഉറക്കം നഷ്ടപ്പെടുമെന്ന് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാമെന്നും നയന ഇങ്ങനെ ആദർശിനോട് പറയുവാണേ. ഇത് കേട്ട് ആദർശ് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് ഭക്ഷണം വാരി കഴിച്ചുകൊണ്ടിരിക്കാം. അങ്ങനെ അവർ കഴിക്കുന്നു. ആ സമയത്ത് ഫോണിൽ ഇങ്ങനെ എടുത്തു നോക്കിയപ്പോൾ ഇതെന്താ ക്യാമറ എല്ലാം കംപ്ലൈൻ്റ് ആണോ എന്ന് ആദർശ് ഇങ്ങനെ നോക്കും. ഒന്നും കാണാൻ കഴിയുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ അറിയില്ല ആദർശേട്ടാന്ന് പറഞ്ഞു നയന. അതെ നീയേ പെട്ടെന്ന് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ജ്വല്ലറിയിലോട്ട് പോകാനുള്ളതാകട്ടോ എന്ന് പറഞ്ഞു. വരുമ്പോഴേ നല്ല സുന്ദരിയായിട്ട് വേണം കേട്ടോ വരാൻ. അപ്പോൾ അതെന്തിനാണെന്ന് നയന ചോദിച്ചു. നമ്മളങ്ങനെ ജ്വല്ലറിയിലേക്ക് ഒരുമിച്ച് അങ്ങനെ ഒരുപാട് പോവാറില്ലല്ലോ എന്ന് പറയുമ്പോൾ നമ്മൾ ജ്വല്ലറിയിലേക്ക് പോകുന്ന നെക്ലേസ് കാണിക്കാനല്ലേ, പിന്നെ ഞാൻ എന്തിനാ ഒരുങ്ങുന്നത്? അപ്പം നീ ആദ്യം പറയുന്നത് ചെയ്താൽ മതി എന്ന് പറഞ്ഞു ആദർശ്. അപ്പം ശരിയെന്ന് നയന പറഞ്ഞു. ആദർശ് എഴുന്നേറ്റ് പോയി. നയന അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം. തൊട്ടടുത്ത നിമിഷം ദേ വരുന്നു പാത്തും പതുങ്ങിയും അഭി നമ്മുടെ നയനയുടെ റൂമിലേക്ക്. അവിടെ വന്ന് അവിടെ ഇരിക്കുന്ന ആ ഒരു ആഭരണം എടുത്ത് ഇങ്ങനെ നോക്കിയിട്ട് അവനിങ്ങനെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് അതെടുത്ത് എന്തോ മക്കടി ഒപ്പിച്ചിട്ട് ഇവൻ അവിടെ അങ്ങനെ ഇരിക്കുക. അപ്പോഴേക്കും അമ്മയുടെ കോള് വന്നു. എന്തായടാ എന്ന് ചോദിച്ചു. അമ്മേ ഞാൻ അവൻ്റെ ബാഗിൽ നിന്ന് നെക്ലേസ് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇനി അത് ആരും കാണാതെ അവളുടെ ബാഗിൽ കൊണ്ടുപോയി വെക്കണമെന്ന് പറയുമ്പോൾ ഇത്രയുമൊക്കെ ആയില്ലേ അമ്മേ, ഇനി അവളുടെ ബാഗിൽ അത് കൊണ്ട് വെക്കാനാണോ പാട്? അതൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറയുമ്പോൾ നീ ആയതുകൊണ്ട് എനിക്കൊരു പേടിയുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ജലജ പറയുക. ഒരു കാരണവശാലും ഇരു ചെവി അറിയാൻ പാടില്ല എന്ന് പറയുമ്പം ഇല്ല അമ്മേ, ഇന്നത്തോടെ അവളുടെ ചീട്ട് കീറും എന്നും പറഞ്ഞു അഭി. ഭാര്യയെ ജീവന് തുല്യം സ്നേഹിക്കുന്ന വിശ്വസിക്കുന്ന ആദർശെന്ന ധീരനായ ഭർത്താവ് ഇന്നു മുതൽ ഭാര്യയെ സംശയിച്ചു തുടങ്ങുമെന്ന് അഭി. അവൾ അങ്ങനെ നമ്മുടെ കമ്പനിയുടെ ഡിസൈനറായി തലയുയർത്തി പിടിച്ചുകൊണ്ട് നിൽക്കേണ്ട, അധികാരം സ്ഥാപിക്കേണ്ടെന്ന് പറഞ്ഞ് ജലജയും മോനും കൂടെ സംസാരിക്കുന്നത് ഭാഗ്യം കൊണ്ട് ദേവയാനി കേട്ടോണ്ട് വരുക കേട്ടോ. ദേവയാനി അപ്പോഴത്തേക്ക് മറഞ്ഞു നിന്നത് കേൾക്കുക. അങ്ങനെ ആദർശ് മാത്രമല്ല, അവന് വേണ്ടി അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് നിന്റെ അമ്മായി എന്ന് പറയുന്നവളും ഇന്നത്തോടെ അവളെ പറഞ്ഞു വിടാൻ അവളുടെ മോനോട് പറയണം.
അവൾ ഡിസൈൻ വരയ്ക്കുന്നു, അവൻ അതിനനുസരിച്ചുള്ള ആഭരണങ്ങൾ ഉണ്ടാക്കുന്നു, എന്നിട്ട് ബാക്കി എല്ലാവരെയും പുച്ഛിക്കുകയാണെന്നും പറഞ്ഞ് ഇതിനൊക്കെ ഒരു അവസാനം വേണ്ടെന്നും ചോദിച്ചു. അവസാനിച്ചമ്മേ, ഇന്നത്തോടെ എല്ലാം അവസാനിച്ചു എന്നും പറഞ്ഞ് ജലജയോട് മോൻ പറഞ്ഞു. ഞാൻ ഉടനെ അമ്മയെ വിളിക്കാൻ കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ശരി മോനെ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തപ്പോൾ ദേവയാനിക്ക് കാര്യം മനസ്സിലായി. ജലജ ഭയങ്കര സന്തോഷവതിയായിട്ട് അവിടെ അങ്ങനെ നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ ദേവയാനി ഇവരെന്തായിരിക്കും ഒപ്പിച്ചിരിക്കുന്നതെന്ന് കൃത്യമായി കേട്ടില്ല. പക്ഷേ ഇതിൻ്റെയൊക്കെ മനസ്സിൽ നിന്ന് വിഷം തുപ്പുന്നത് സകല ചതികളും ജലജ ഫോണിലൂടെ സംസാരിക്കുന്നതാണ് നമ്മുടെ ദേവയാനി മറിഞ്ഞു നിന്ന് കേട്ടിരിക്കുന്നത്. അത് കേട്ട ദേവയാനി ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുക. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നയന വരച്ച ഡിസൈനൊക്കെ കൊണ്ടുവന്ന് നയന ആദർശിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. ആദർശ് ഇതൊക്കെ നോക്കിയിട്ട് നീ എത്ര പെട്ടെന്ന് ഇത്തരത്തിലുള്ള ഡിസൈനൊക്കെ വരയ്ക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് വലിയൊരു അപ്രീസിയേഷൻ ഇന്ന് കിട്ടി, അതോടെ ആത്മവിശ്വാസം കൂടിയെന്ന് നയന ആദർശിനോട് പറയുക കേട്ടോ. പിന്നെ ഏതൊരു മനുഷ്യനും കോൺഫിഡൻസ് കൂടുമ്പോഴാണ് വർക്കൊക്കെ നന്നാക്കാനായിട്ട് തോന്നണതെന്നും പറഞ്ഞ് നമ്മുടെ ആദർശിനോട് പറയുക. അപ്പം അത് നീ പറഞ്ഞത് സത്യം തന്നെയാണ്. ചില നേരത്തെ ജ്വല്ലറിയിൽ സെയിൽസ് ഇല്ലാതെ വരുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് ഡൗൺ ആകും. ആ സമയത്ത് അനാവശ്യം ദേഷ്യങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത്. എന്നാൽ നല്ല സെയിൽസും പ്രോഫിറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ വർക്ക് ചെയ്യാനായിട്ടൊരു ആവേശമാണെന്ന് പറഞ്ഞു. അങ്ങനെ തീരെ താഴെ പോയൊരു സമയം മൂർത്തീസ് ജ്വല്ലറിക്ക് ഉണ്ടായിട്ടില്ലല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ടായിട്ടൊക്കെ ഉണ്ട്. 2019 ശേഷം കടയൊക്കെ കുറേ കാലം അടച്ചിട്ടിരുന്നില്ലേ, അതിനുശേഷമുള്ള കാലയളവിൽ ഒരുപാട് മോശമായിരുന്നു കാര്യങ്ങൾ. ഓൺലൈനിൽ ചിലരൊക്കെ തള്ളിക്കയറി, പിന്നീട് അത് സെയിൽസിനെ ഭയങ്കരമായിട്ട് ബാധിച്ചിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്നല്ലോ, അതിനോടൊക്കെ തന്നെ കാര്യങ്ങളൊക്കെ മെച്ചപ്പെട്ടായിരുന്നു. നീ വന്ന ശേഷം പിന്നെ പറയുകയും വേണ്ടല്ലോ. അപ്പം കൂടുതൽ എന്നെ പുകഴ്ത്തണ്ട, വന്നപ്പോഴുള്ള കാര്യമൊക്കെ എനിക്കറിയാം. എടി അതൊക്കെ ഞാൻ എപ്പോഴും മറന്നുപോയ കാര്യങ്ങളാണ്. മറക്കും. എന്നെയല്ലേ അന്ന് അന്തരീക്ഷത്തിൽ നിർത്തിയിരുന്നേ. വേദനിപ്പിച്ചവരതൊക്കെ പെട്ടെന്ന് മറക്കും. അനുഭവിച്ചവർക്കേ അതൊക്കെ മറക്കാൻ പറ്റില്ല എന്ന് നയന ആ കാര്യം പറയുമ്പോൾ, ഓ അപ്പം അന്ന് സംഭവിച്ച കാര്യങ്ങളൊക്കെ ഇപ്പോഴും നിന്റെ മനസ്സിലുണ്ടല്ലേ എന്നൊന്നും പറഞ്ഞുകൂടാ. എൻ്റെ ഭർത്താവിൻ്റെ സ്നേഹം ശരിക്കും എനിക്ക് കിട്ടിയപ്പോൾ ഞാനും അത് മറന്നെന്ന് വേണം ആദർശേട്ടാ പറയാൻ. സത്യം പറയാലോ നയനെ, നിന്റെ കഴിവേ നേരത്തെ ഏതെങ്കിലും ജ്വല്ലറിക്കാർ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായും അവർ നിന്നെ റാഞ്ചു കൊണ്ട് പോയേനെന്ന് ആദർശ് പറയാം. എന്ത് ചെയ്യാനാ, അതിനുള്ള ഭാഗ്യം എനിക്കില്ലാണ്ടായി പോയില്ലേ എന്ന് നയന. ഇനിയിപ്പോൾ ഉണ്ടാകാനും പോകുന്നില്ല. നീയേ എൻ്റെ തടവറയിലായിപ്പോയി. ഇനി നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കത്തില്ലെന്ന് ആദർശ് പറഞ്ഞപ്പം ഞാൻ എങ്ങോട്ടും പോവുകയില്ല. തടവറ ഇനി തുറന്നു തന്നാലും ശരി, ഞാൻ പോവില്ല എന്നും പറഞ്ഞ് നമ്മുടെ നയന ആദർശിനോട് പറയണം. രണ്ടുപേരും സന്തോഷമായിട്ട് അവിടെ നിൽക്കുമ്പോഴത്തേക്കും നയനയുടെ റൂം ഒന്ന് ലക്ഷ്യം വെച്ച് വരുന്നു ചെകുത്താൻ. അങ്ങനെ വന്ന് നയനയുടെ ബാഗ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. ആ ബോക്സ് കൊണ്ടുവന്ന് ഇവൻ നയനയുടെ ബാഗിലേക്ക് വെച്ചു. അപ്പോൾ അങ്ങനെ ആ ഒരു പ്രവൃത്തി ഇവൻ ചെയ്തിട്ട് ഇതിനു മുൻപൊരു ദിവസം എൻ്റെ അമ്മ അവരുടെ അമ്മയുടെ അകത്ത് ബാഗിനകത്ത് സ്വർണം കൊണ്ട് ഒളിപ്പിച്ചിരുന്നു. അന്ന് അമ്മയ്ക്ക് പാളിച്ച പറ്റിയെന്നും പക്ഷെ ഇന്ന് എനിക്ക് പാളിച്ച പറ്റത്തില്ലെന്നും ഇന്ന് ജ്വല്ലറി ചെല്ലുമ്പോൾ അവനിത് എങ്ങനെ പ്രദർശിപ്പിക്കുമെന്ന് എനിക്കൊന്ന് കാണണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഭി പറയാം. അത് കഴിഞ്ഞിട്ട് അവൻ തിരയുമ്പോൾ അവൻ്റെ ഭാര്യ തന്നെയാണ് അത് അടിച്ചു മാറ്റിയതെന്ന് അവന് മനസ്സിലാവട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അഭി അവിടെ നിന്ന് അങ്ങ് പോയി നയനയുടെ ബാഗിൽ സാധനവും വെച്ചിട്ട് എന്നിട്ട് സ്വന്തം മുറിയിൽ പോയി ഞെളിഞ്ഞ് ചിരിച്ചോണ്ടിരിക്കാം. അപ്പം എന്തായാലും ക്യാമറ കണ്ണുകൾ കെട്ടുപോയി, അതറിഞ്ഞിട്ടില്ല ആരും എന്നും പറഞ്ഞ് എന്നെ പിടിക്കില്ലെന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടി ആശാൻ അവിടെ അങ്ങനെ ഇരിക്കുക. അപ്പം ഇത് കഴിഞ്ഞതിന് ശേഷം ഇവർ ജ്വല്ലറിയിലെത്തി കഴിഞ്ഞപ്പം ഈ അവിടുത്തെ ആൾക്കാരോട് ഈ ആഭരണത്തെ പറ്റി പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഇനിയിപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയനും കൂടെ അറിയണമെന്ന് പറഞ്ഞു. അപ്പോൾ വരണം സാർ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ ചെല്ലുന്നു. അഭി ചെന്ന് അതിൽ നിന്ന് ആഭരണം എടുക്കുക. ആഭരണം എടുക്കുമ്പോൾ അതിനകത്ത് പെട്ടി ഇരിപ്പുണ്ട്. പെട്ടിയെ അഭി തുറക്കുക കേട്ടോ. പെട്ടി അഭി തുറക്കുന്ന സമയത്ത് അഭി ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കും, ഇത് എന്താ സംഭവം എന്നുള്ളത്. നോക്കുമ്പോൾ എന്താ ആഭരണം ആ പെട്ടിയിൽ അതുപോലെ തന്നെയുണ്ട്. അഭി ഞെട്ടിപ്പോയി. പണിയെടുത്തത് വെറുതെ ആയി. അമ്മയ്ക്ക് പറ്റിയ അബദ്ധം എനിക്ക് പറ്റില്ലെന്നും പറഞ്ഞ് പോയ പോക്ക. അവൻ്റെ കിളി പറന്നുപോയി. ആഭരണം മോഷ്ടിച്ച് നയനയുടെ ബാഗിൽ വെച്ച് അവന് വമ്പൻ തിരിച്ചടി ആ ജ്വല്ലറി ചെന്നപ്പോൾ കിട്ടിയത്. അവൻ അന്തം വിട്ടിങ്ങനെ നിൽക്കുക. അപ്പോൾ ആദർശ് ചോദിച്ചു ഇവരോട് എല്ലാവരോടും ഇതെങ്ങനെയുണ്ട് എന്ന്. അപ്പോൾ ഇതെങ്ങനെ ഇതിനകത്ത് വന്നു എന്ന് പറഞ്ഞിട്ട് അഭി ഇങ്ങനെ ഒന്നും മനസ്സിലാകാതെ നിൽക്കുക കേട്ടോ. അപ്പോൾ ഓരോരുത്തരോട് ചോദിച്ചു ഇതെങ്ങനെയുണ്ടെന്ന്. അപ്പം നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു എല്ലാവരും. നമ്മുടെ മൂർത്തീസ് ജ്വല്ലറിയുടെ പുതിയ കളക്ഷനാണെന്നും അതുപോലെ നയനയുടെ പുതിയ കളക്ഷൻ ആണെന്നും എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് അടിപൊളിയായിട്ടുണ്ട് സാർ, സോഷ്യൽ മീഡിയയിൽ പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ ഇത് വൈറലാകുമെന്നൊക്കെ അവിടെയുള്ള സ്റ്റാഫുകളൊക്കെ പറയാം ഇവരോട്.
അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫിലിം സ്റ്റാറിനെ ഒന്നും വെച്ച് പരസ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ സീനിയർ ആൾ ഇതിൻ്റെ തന്നെ നിൽക്കുകയല്ലേ. ഈ മൂർത്തീസ് ജ്വല്ലറിയുടെ ഏറ്റവും പുതിയ കളക്ഷൻ എന്നുള്ള തലക്കെട്ടിൽ നമുക്കിപ്പോൾ തന്നെ പരസ്യം ചെയ്യാമെന്നൊക്കെ ആദർശ് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവരെല്ലാവരും ഇതിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ നയനയുടെ കഴുത്തിലേക്ക് നമ്മുടെ ആദർശ് ഇതിട്ട് കൊടുക്കുക. അബിയുടെ കാര്യം കട്ടാ പോകാം. അബി കരയുവാണോ ചിരിക്കുവാണോ എന്താ അബിയുടെ അവസ്ഥ എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ആ സമയത്ത് നന്നായിട്ടുണ്ട് മേഡം എന്നും പറഞ്ഞുകൊണ്ട് ആദർശ് നയനയുടെ കഴുത്തിൽ ഇതിട്ട് കൊടുത്തപ്പോൾ എല്ലാവരും പറഞ്ഞു അതെ അതെ വളരെ വളരെ നന്നായിട്ടുണ്ടെന്ന് എല്ലാവരും പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഫോട്ടോഗ്രാഫറെ വിളിക്കും, ഇതിപ്പോൾ തന്നെ സ്റ്റിൽ എടുക്കണമെന്നും പല ജ്വല്ലറി മുതലാളിമാരും പല രീതിയിലാണ് പബ്ലിസിറ്റി കൊടുക്കുന്നത്, നെഗറ്റീവ് പബ്ലിസിറ്റി പോലും അവർക്ക് ഗുണം ചെയ്യുന്നുണ്ടെന്നും അങ്ങനെയുള്ളപ്പോൾ നയന കളക്ഷൻസ് ഒന്നും പറഞ്ഞു നമുക്ക് ഈ ഡിസൈൻ മാർക്കറ്റ് ചെയ്യാം, അതോടൊപ്പം ഇവളും ഫേമസ് ആവട്ടെ എന്നൊക്കെ പറഞ്ഞു. അയ്യോ അതൊന്നും വേണ്ട എന്ന് നയന ആദർശിനോട് പറഞ്ഞപ്പോൾ നീയാണോ അതൊക്കെ തീരുമാനിക്കുന്നതെന്ന് ചോദിച്ചു ആദർശ്. എടി എല്ലാവരും പുതിയ പുതിയ ഡിസൈൻസും കാര്യങ്ങളും തേടി നടക്കുക, എന്നാൽ ഡിസൈൻ ചെയ്തവരെ പറ്റി ആർക്കും ഒന്നും അറിയാനും പാടില്ല. ഇനിയിപ്പോൾ എന്തായാലും അതൊന്നും പാടില്ല. നിന്റെ ഡിസൈന് ജനങ്ങൾക്കിടയിൽ ഡിമാൻഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് അത് നിനക്ക് കിട്ടിയിരിക്കണമെന്നൊക്കെ ആദർശ് ഇങ്ങനെ പറഞ്ഞു കേട്ടോ. ഇവനാണെങ്കിൽ കലിപ്പ് കയറി മുടിഞ്ഞ് അവിടെ നിൽക്കുവാണ്. ഇത് എന്താ സംഭവിച്ചതെന്ന് അബിക്ക് അറിയുന്നില്ല. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫോട്ടോയിൽ നയനെ ആ മാലയിട്ട് നിൽക്കുന്ന ഫോട്ടോ നമ്മുടെ ദേവയാനി കണ്ടുകൊണ്ടിരിക്കുക. ദേ എൻ്റെ മരുമോൾ എനിക്ക് അഭിമാനമാണ്, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അതിനേക്കാളൊക്കെ 1000 മടങ്ങ് അഭിമാനം. എൻ്റെ മരുമകളായി മറ്റാര് വന്നിരുന്നെങ്കിലും അവരാരും നിനക്ക് മുകളിൽ വരികയില്ലായിരുന്നു എന്നുള്ള സത്യം ദേവയാനി തിരിച്ചറിയുന്നു. അങ്ങനെ അതും പറഞ്ഞ് ദേവയാനി അവിടെ ഇരിക്കുന്ന സമയത്ത് ജലജയും അനാമിക ജന്തുവും കൂടെ അവിടെ ഇരുന്ന് സംസാരിക്കുക കേട്ടോ. അതേ മോളെ, പിന്നെ മോളുടെ ശത്രുക്കളൊക്കെ 1 by 1 ആയി ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ പോവുകയാണെന്നുള്ള കാര്യം പറഞ്ഞു ജലജ. അങ്ങനെ നമ്മൾ ആഗ്രഹിച്ചാൽ പോരല്ലോ, അത് നടക്കണ്ടേന്ന് ചോദിച്ചു അനാമിക. അത് നടക്കും മോളെ, നടക്കും. അഭിയെ അതിനു വേണ്ടി കിണഞ്ഞു പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ജലജ പറഞ്ഞു. അതിനെന്ത് സഹായം വേണമെങ്കിലും ചെയ്തു തരാൻ ഞാൻ തയ്യാറാണെന്ന് അനാമികയും പറയുവാണ്. അപ്പോൾ ഇന്ന് മിക്കവാറും ചില ഭൂകമ്പങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് അമ്മ പറഞ്ഞു കൊടുക്കുക. ഇപ്പോഴാണ് നമ്മുടെ ദേവയാനി അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ദേവയാനി ഫോണിൽ നോക്കി ചിരിച്ചുകൊണ്ട് വരുമ്പോൾ ഇവളുമാർ രണ്ടുപേരും കൂടെ അവിടെ ഇരിക്കുക. ഇവളുമാർ രണ്ടുപേരും കൂടി ഇങ്ങനെ നോക്കുക കേട്ടോ. അപ്പോൾ ചിരിച്ചുകൊണ്ട് വന്ന സമയം ആ ചിരിയൊക്കെ മാറ്റിപ്പിടിച്ച് നമ്മുടെ ദേവയാനി അവരുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ ദേവയാനി ഇവരുടെ അടുത്തേക്ക് വന്നപ്പോൾ രണ്ടെണ്ണങ്ങളും കൂടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ഉണ്ടക്കണ്ണം തുറച്ച്. അതെ, നയൻ ഈ വീട്ടിൽ നിന്ന് പോകണമെന്ന് നിങ്ങളെക്കാളേറെ ആഗ്രഹിക്കുന്ന ആള് ഞാനാണെന്നും പിന്നെ എങ്കിലും അവളുടെ കഴിവുകൾ അംഗീകരിച്ചു കൊടുത്തല്ലേ പറ്റൂ എന്നും കൂടെ ഒരു ഇറങ്ങറിഞ്ഞു. അതെന്താ ഏട്ടത്തി അങ്ങനെ പറഞ്ഞത്? അത് വേറൊന്നുമല്ല ജലജെ, നമ്മുടെ ജ്വല്ലറി പോകുമ്പോൾ ഏറ്റവും നല്ല ഓർണമെന്റ്സ് സെലക്ട് ചെയ്തുകൊണ്ടിരുന്നത് ആരായിരുന്നു? അപ്പൊ സംശയം എന്താ, അത് ഏട്ടത്തി തന്നെയല്ലേ എന്ന് ജലജ. പിന്നെ അതിപ്പോൾ സ്വർണ്ണമാലയായാലും സാരി ആയാലും ഏട്ടത്തെ പോലെ സെലക്ട് ചെയ്യാൻ ഈ വീട്ടിൽ മറ്റാരും ഇല്ലെന്നൊക്കെ പറഞ്ഞ് ജലജ ഇങ്ങനെ പറയുമ്പോൾ ദേവേനത്തൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കുക. എന്നാലേ ആ കുത്തക അവൾ സ്വന്തമാക്കിയിരിക്കുന്നതെന്നും പറഞ്ഞ് എന്നാൽ അവൾ വന്നതോടെ അവളുടെ സെലക്ഷനാണ് നല്ലതെന്നാണ് എല്ലാവരും പറയുന്നതെന്നും ഇപ്പോഴേ ഏട്ടത്തെയും പറഞ്ഞു തുടങ്ങിയല്ലോ എന്നും പറഞ്ഞ് ജലജ. അതിനൊരു കാരണമുണ്ട് ജലജ, ദേ ഇതൊന്നും നോക്കിക്കേ എന്നും പറഞ്ഞുകൊണ്ട് അത് കാണിച്ചു കൊടുക്കുമ്പോൾ അവളുമാർ രണ്ടുപേരും കൂടെ അന്തം വിട്ട് കുന്തം വിഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥകളും കാര്യങ്ങളുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. കെയർ ബൈ ബൈ ടാറ്റാ.